10th പ്രിലിംസ് പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം കവർ ചെയ്ത് നല്ലപോലൊക്കെ റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ഓഫ് ക്രാക്ക് ചെയ്യാനും അതേപോലെ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് പരീക്ഷയിലേക്കും ബെഡ്കോ LD പരീക്ഷയിലേക്കും നമുക്ക് ഡയറക്ട്ലി കയറി ചെല്ലാനും സാധിക്കും. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ഏരിയാസ് എന്ന് പറയുമ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ. എല്ലാ പരീക്ഷകളിലും ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പാണ്. പക്ഷേ ഈ ദേശീയ ഗാനം ദേശീയ ഗീതം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതല്ലേ എന്നൊക്കെ തോന്നലുണ്ടാകും. ബട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് കാണുമ്പോഴാണ് നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി പോകുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടോപ്പിക്ക് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കഴിഞ്ഞ ക്യാപ്സ്യൂളിന്റെ ക്ലാസ്സുകളിലും അതുപോലെ നമ്മുടെ 10th പ്രിലിംസിന്റെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ടോപ്പിക് ഒന്ന് എടുത്ത് സെറ്റ് ആക്കി തരാമോ എന്ന്. വാ നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് നോക്കൂ, ദേശീയ ഗാനം ദേശീയ ഗീതമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദേശീയ ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജനഗണമനയാണ്. ദേശീയ ഗീതം ഏതാടാ? വന്ദേ മാതരമാണ്. ആദ്യം പഠിക്കേണ്ടത് ഇത് തമ്മിൽ മാറിപ്പോകാതെ പോവുക എന്നതാണ് കേട്ടോ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ചോദ്യം ചോദിക്കുന്നു, ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമന, വന്ദേ മാതരം എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ അവിടെ ഇരുന്ന് ആലോചിക്കും, അയ്യോ ദേശീയ ഗാനമാണോ ഗീതമാണോ എന്ന്. ഓർത്ത് വെച്ചിരിക്കുക, ഗാനം, ഗ ഗ ഗ ഗ, ജനഗണമന ഗാനം. ഓക്കെ, ദേശീയ ഗീതം തം 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 തരം. ഓക്കെ, തം തരം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ ഗാനം ജനഗണമനയാണ്. ദേശീയ ഗീതം ചോദിച്ചാൽ വന്ദേ മാതരമാണ്. മാറിപ്പോകത്തില്ലല്ലോ. ശരി, അടുത്തത്, ഇത് രചിച്ചത് ആരാണ്? രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന, അതായത് നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് മക്കളെ? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ദേശീയ ഗീതം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് കേട്ടോ. അതും മാറിപ്പോകരുത്. ജനഗണമന 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 ടാഗോർ ആണ്. എന്നാൽ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. മറന്നുപോകല്ലേ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. ഇനി അംഗീകരിച്ച വർഷം പഠിക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇതിനെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത് 1950 ജനുവരി മാസം 24-നാണ്. ദേശീയ ഗീതമായിട്ട് അംഗീകരിക്കുന്നത് 1950 ജനുവരി 24. ഡേറ്റ് മറന്നു പോകരുത്. നമ്മൾ റിപ്പബ്ലിക് ആകുന്നതിന് 2 ദിവസം മുമ്പ്. സെയിം ഡേറ്റ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, അംഗീകരിച്ചത് 1950 ജനുവരി 24. അതേപോലെ തന്നെ ദേശീയ ഗീതം അംഗീകരിക്കുന്നത് 1950 ജനുവരി 24. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇനി ഇതിന് സംഗീതം നൽകിയത് ആരാണ്? സംഗീതം നൽകിയത്, ദേശീയ ഗാനത്തിന് സംഗീതം നൽകുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് കേട്ടോ. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ടാഗോർ. ജനഗണമന സംഗീതം ഓർത്തിരിക്കുക. ഓക്കെ, ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന് സംഗീതം നൽകുന്നത്. ഇനി ദേശീയ ഗീതത്തിന് സംഗീതം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ജദുനാഥ് ഭട്ടാചാര്യാണ്. ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യാണ്. അപ്പൊ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ദേശീയ ഗാനം ആദ്യമേ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ദേശീയ ഗീതത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കണേ. ദേശീയ ഗാനം എന്ന് ചോദിച്ചാൽ ജനഗണമനയാണ്. എന്റെ കൂടെ പഠിച്ചേ. ഇത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതിനെ അംഗീകരിച്ചത് 1950 ജനുവരി മാസം 24-നാണ്. ഇതിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. കണ്ണടച്ച് പറഞ്ഞേ, ദേശീയ ഗാനം ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇത് അംഗീകരിച്ചത് 1950 ജനുവരി 24. സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. പറയാൻ പറ്റുമല്ലോ. എങ്കിൽ ദേശീയ ഗീതം ഒന്ന് അതേപോലെ പറഞ്ഞേ.
ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി, അംഗീകരിച്ചത് 1950 ജനുവരി 24. സംഗീതം ജദുനാഥ് ഭട്ടാചാര്യ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ജദുനാഥ് ഭട്ടാചാര്യ. ബങ്കിം ചന്ദ്ര ചാറ്റർജി സംഗീതം നൽകൂ എന്ന് പറയുന്നു കേട്ടോ. ജദു ഓക്കെ. ബങ്കിമും ജദുവും അവരെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് പുള്ളി എഴുതുന്നു, ഇദ്ദേഹം സംഗീതം നൽകുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം, അല്ലെങ്കിൽ മാറിപ്പോകും കേട്ടോ. ഓക്കെ, ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ് എന്ത് ചെയ്യുന്നത്? ജനഗണമനയ്ക്ക് സംഗീതം നൽകുന്നത്. നെക്സ്റ്റ്, ഇനി ഇത് രചിക്കപ്പെട്ട ഭാഷ ഏതാണെന്ന് പഠിക്കുക. രണ്ടും രചിക്കപ്പെട്ടിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണ്. ചില ബുക്കുകളിൽ സംസ്കൃതം എന്ന് കൊടുക്കാറുണ്ട്, കാരണം ഒരു തവണ PC ചോദിച്ച സമയത്ത് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത് സംസ്കൃതമായിരുന്നു. പിന്നീട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്താണ്, ബംഗാളി ഭാഷയാണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇനി മുതലുള്ള PC ആൻസേഴ്സ് ഒക്കെ ബംഗാളി ഭാഷ തന്നെയാണ്. രണ്ടും എന്താണ്, ബംഗാളി ഭാഷയാണ്. ഇനി ചിട്ടപ്പെടുത്തിയ രാഗം നോക്കിക്കേ. നമ്മളെ ജനഗണമന ഉണ്ടല്ലോ, ജനഗണമന, അതിന്റെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണമാണ്. ഏതാണ്? ശങ്കരാഭരണമാണ്. ഇനി നമ്മുടെ വന്ദേ മാതരത്തിന്റെ ആ ഒരു രാഗം എന്ന് പറയുന്നത് ദേശരാഗമാണ്. ഏത് രാഗമാണ്? ദേശരാഗം, ദേശ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, ജനഗണമനയുടെ രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണവും, അതേപോലെ തന്നെ നമ്മുടെ വന്ദേ മാതരത്തിന്റെ രാഗം എന്ന് പറയുന്നത് ദേശരാഗവുമാണ്. ഇനി ആലപിക്കാൻ എടുക്കുന്ന സമയം വളരെ ശ്രദ്ധിച്ചിരിക്കുക. ആലപിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ് ആണ് കേട്ടോ. 52 സെക്കൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം, അത് മൊത്തത്തില്. ഇനി ഇതിന്റെ ചെറുരൂപം ആലപിക്കാറുണ്ട്, അത് എത്ര സെക്കൻഡ് ആണ്? 20 സെക്കൻഡ് ആണ് കേട്ടോ. ചെറുരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 20 സെക്കൻഡ് ആണ്. അപ്പൊ ഒന്ന് പഠിച്ചേ, ജനഗണമന ആലപിക്കാൻ വേണ്ടുന്ന സമയം 52 സെക്കൻഡ്, അതിന്റെ ചെറുരൂപമാണെങ്കിൽ 20 സെക്കൻഡ്. ഇനി വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം സാധാരണ രീതിയിൽ 65 സെക്കൻഡ് ആണ്. പക്ഷെ വന്ദേ മാതരം എന്ന് പറയുന്നത് വലിയൊരു പോയമാണ്. അതിനകത്ത് 3 മിനിറ്റ് 10 സെക്കൻഡോളം എന്തുണ്ട്, നീണ്ട ഒരു ഇതാണ് നമ്മുടെ വന്ദേ മാതരം. ഓക്കെ, അപ്പോ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം ഓക്കെ, സാധാരണ രീതിയിൽ അതിന്റെ 2 പദ്യങ്ങളാണ് ചൊല്ലുന്നത്, 65 സെക്കൻഡ് ആണ് എടുക്കുന്നത്. എന്നാൽ ഇതിന്റെ പൂർണ്ണ രൂപം ആലപിക്കാൻ ഓൾമോസ്റ്റ് 3 മിനിറ്റ് 10 സെക്കൻഡോളം സമയമുണ്ട്. നമ്മളെ വിജയുടെ സത്യപ്രതിജ്ഞയിൽ 3 മിനിറ്റ് 10 സെക്കൻഡോളം അത് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല, അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. അത് അത്രത്തോളം വലിയൊരു പോയമാണ്, പദ്യമാണ്. ഓക്കെ, അത് ചൊല്ലാൻ സാധാരണ രീതിയിൽ വലിയ വർഷം 3 മിനിറ്റ് ആണ്. പക്ഷെ അത്രത്തോളം എല്ലായിടത്തും ചൊല്ലാറുള്ളത് സാധാരണ എന്താണ് നമ്മള് ഔദ്യോഗികമായിട്ടുള്ള വേദികളിലൊക്കെ 65 സെക്കൻഡ് ഉള്ള ആ ഒരു ഇതാണ് വന്ദേ മാതരമാണ് ചൊല്ലുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ശ്രദ്ധിച്ചിരിക്കണേ, ഇത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാല് ഭാരത വിധാത എന്ന് പറയുന്ന ഒരു പദ്യത്തിൽ നിന്നാണ്. ഭാരത വിധാത എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ആ ഒരു പദ്യത്തിൽ നിന്നാണ് ജനഗണമന എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് ഏത് വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് കേട്ടോ. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? നമ്മുടെ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ അതൊന്ന് പഠിച്ചേ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു രചിക്കപ്പെട്ട ജനഗണമനയുടെ കാര്യം ഒന്ന് ആദ്യമേ പെട്ടെന്ന് നോക്കിക്കേ. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ശങ്കരാഭരണം രാഗമാണ്. 52 സെക്കൻഡ് ആണ് നമുക്ക് പൂർണ്ണ രൂപത്തിൽ പാടാൻ വേണ്ടുന്നത്. ചെറു രൂപത്തിലാണെങ്കിൽ 20 സെക്കൻഡ് മതിയാകും. ഭാരത വിധാത എന്ന് പറയുന്ന പദ്യത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി വന്ദേ മാതരത്തിന്റെ കേസിലേക്ക് പോകുമ്പോൾ അത് ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷയാണ്. ഏത് രാഗമാണ്? ദേശരാഗം. എത്ര സെക്കൻഡ് ആണ്? 65 സെക്കൻഡ് ആണ്. PSCയുടെ ആൻസർ ഇതായിരിക്കും കേട്ടോ. 65 സെക്കൻഡ് ആണ് എപ്പോഴും ചോദിക്കുന്നത്. ദെൻ അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാല് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരൊന്ന് പഠിച്ചു വെച്ചേ. എന്താണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്? ജനഗണമനയുടെ ആണെങ്കിൽ എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിങ്ങനെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് എന്താണ് ജനഗണമന എന്ന് പറയുന്ന അത് കേൾക്കുന്നതായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്താണ്? ജനഗണമനയാണ്. ഇനി
വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ് മദർ ഐ ബോ ടു ദീ. എന്താണ്? മദർ ഐ ബോ ടു ദീ എന്ന് പറയുന്നത്. ഓക്കെ, മദർ ഐ ബോ ടു ദീ എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് പരിഭാഷ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ആബേ ഓഫ് ബ്ലിസ് അല്ല കേട്ടോ, അത് ആനന്ദമഠത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ്. ഇവിടെ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ചോദിച്ചാൽ മദർ ഐ ബോ ടു ദീ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആ കമ്പാരിസൺ ടേബിള് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇനി വന്ദേ മാതരം നോക്കി പുറകോട്ട് പോവാം. ഓക്കെ, അപ്പൊ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ, വന്ദേ മാതരമാണ് പഠിക്കുന്നത്, മനസ്സിൽ ഫീഡ് ആക്കുക. വന്ദേ മാതരമാണ്, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മദർ ഐ ബോ ടു ദീ ആണ് ഇംഗ്ലീഷ് പരിഭാഷ. ആനന്ദമഠം നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 65 സെക്കൻഡ് ആണ് ആലപിക്കാൻ വേണ്ടുന്നത്. ദേശരാഗത്തിലാണ് രചിച്ചിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് സംഗീതം നൽകിയത്. 1950 ജനുവരി 24 അംഗീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത്. വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ഇനി ദേശീയ ഗാനം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ദേശീയ ഗാനം ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ, അംഗീകരിച്ചത് 1950 ജനുവരി 24. അത് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ. ബംഗാളി ഭാഷ ശങ്കരാഭരണം രാഗം. 52 സെക്കൻഡ്, 20 സെക്കൻഡ് ചെറുരൂപം. ഭാരത വിധാത എന്ന് പറയുന്ന പദ്യം. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. സിമ്പിൾ അല്ലേ? ഇനി ആ കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിയാലോ. ദേശീയ ഗാനം ജനഗണമന എടുത്ത രവീന്ദ്രനാഥ ടാഗോറിന്റെ പദ്യം നമ്മൾ പഠിച്ചു. ഭാരത വിധാത എന്നാണ് കേട്ടോ. ഭാരത വിധാത എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ പദ്യത്തിൽ നിന്നാണ് ദേശീയ ഗാനം എടുത്തിട്ടുള്ളത്. ഭാരത വിധാത ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത് എന്നാണ്? 1912 തത്വബോധിനിയിലാണ്. എന്താണ്? 1912 ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്രസിദ്ധീകരിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ആലപിച്ചത്, ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്, PYQ ആണ്. ആദ്യമായി ആലപിക്കപ്പെട്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1911 ഡിസംബർ 27 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. എവിടെയാണ്? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആലപിച്ച വർഷം 1911. ഇത് ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം 12. 11 ആലപിച്ചത് എവിടെയാണ്? അത് കൊൽക്കത്ത INC സമ്മേളനത്തിലാണ്. ഡേറ്റ് ഏതാണ്? ഡിസംബർ 27. ആരാണ് അത് ആലപിച്ചതെന്ന് ചോദിച്ചാൽ സരളാദേവി ചൗധുറാണിയാണ്. ആരാണ്? സരളാദേവി ചൗധുറാണിയാണ് അത് ആലപിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ പറഞ്ഞല്ലോ, മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. എന്നാൽ രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിക്കാൻ അവിടെ ആരുണ്ടായിരുന്നു ട്രാൻസ്ലേഷനിൽ? മാർഗരറ്റ് കസിൻസ് ഉണ്ടായിരുന്നു. എവിടെ വെച്ചിട്ടാണ് അത് ട്രാൻസ്ലേഷൻ നടത്തിയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് അത് ട്രാൻസ്ലേഷൻ നടത്തിയത്. ഇതിന്റെ ഹിന്ദി ആൻഡ് ഉറുദു പരിഭാഷ ചെയ്തത് ആരാണ്? ആബിദ് അലി ആണ്. ആബിദ് അലി. മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ ഗാനത്തെ പറ്റിയിട്ടാണ്, ജനഗണമനയെ പറ്റിയിട്ടാണ്. ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് 1911 ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 27. സ്ഥലം നോക്കിയാൽ കൊൽക്കത്ത INC സമ്മേളനമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കൊൽക്കത്ത INC സമ്മേളനമാണ്. ആരാണ് ആലപിച്ചതെന്ന് ചോദിച്ചാല് സരളാദേവി ചൗധുറാണിയാണ്. ഇനി ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. പേര് മാറ്റിയത് എങ്ങനെയാണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ്. ആ ഒരു ട്രാൻസ്ലേഷനിൽ രവീന്ദ്രനാഥ ടാഗോറിനെ സഹായിച്ചത് ആരായിരുന്നു? അത് മാർഗരറ്റ് കസിൻസ് ആണ് സഹായിച്ചത്. മാർഗരറ്റ് കസിൻസ് ഒക്കെ ചേർന്ന് എവിടെ ഇരുന്നാണ് ട്രാൻസ്ലേഷൻ നടത്തിയതെന്ന് ചോദിച്ചാല് മദനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ഇനി അതിന്റെ ഹിന്ദി ആൻഡ് ഉറുദു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ആബിദ് അലി ആണ്. മറന്നു പോകത്തില്ലല്ലോ. സോ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കാണാപാഠമായിരിക്കണം കേട്ടോ. ദേശീയ ഗാനം എടുത്തിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത വിധാത എന്ന് പറയുന്ന പദ്യത്തിൽ നിന്നാണ്. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1912 തത്വബോധിനി പത്രികയിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആദ്യമായിട്ട് ആലപിച്ചത് 1911 കൊൽക്കത്ത INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. തീർന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. അങ്ങനെയെങ്കിൽ
നമുക്കറിയാം നമ്മുടെ എന്താണ് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം എന്ത് ചെയ്തു? അവസാനിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അവസാനിപ്പിച്ച സമയത്ത് ആലപിച്ചത് ഏത് പാട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ആലപിച്ചത്? അവസാനിപ്പിച്ച സമയത്താണ്, സമ്മേളനം അവസാനിപ്പിച്ച സമയത്ത് പാടിയത് എന്താണ്? ജനഗണമനയാണ്. അതാണ് നമ്മളിപ്പം സ്കൂൾ വിടുന്ന സമയത്തായാലും നമ്മൾ ജനഗണമനയല്ലേ ചൊല്ലുന്നത്. അപ്പൊ അത് വെച്ച് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സമ്മേളനം 1947 ഓഗസ്റ്റ് 14 അവസാനിക്കുന്ന സമയത്ത് ആലപിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജനഗണമനയാണ്. ഇനി ബംഗ്ലാദേശിലെ ദേശീയ ഗാനം ഏതാണ്? ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ചോദിച്ചാൽ അത് അമർ സോനാർ ബംഗ്ലയാണ്. എന്താണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനത്തിന്റെ പേരെന്താണ്? അമർ സോനാർ ബംഗ്ല. ആരാണ് രചിച്ചത്? അത് ടാഗോർ തന്നെയാണ് കേട്ടോ. അമർ സോനാർ ബംഗ്ല രചിച്ചത് ടാഗോർ ആണ്. ഇനി ഈ ജനഗണമനയ്ക്കകത്ത് ജയ എന്ന വാക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണം. ജയ എന്ന വാക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് 10 തവണയാണ്. സംശയമുള്ളവർക്ക് പോയി എണ്ണി നോക്കാം. 10 തവണയാണ്. ജയ ഹേ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ ജയ എന്ന വാക്ക് 10 തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ചിലതിനകത്തൊക്കെ 12 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 10 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ആന്തമെട്രോളജി. എന്താണ്? ആന്തമെട്രോളജി കേട്ടോ. ഒന്ന് പറഞ്ഞേ. അപ്പോ 1947 ഓഗസ്റ്റ് 14 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സമ്മേളനം അവസാനിക്കുന്ന സമയത്ത് ചൊല്ലിയത് ജനഗണമനയായിരുന്നു. ഇനി ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോനാർ ബംഗ്ല. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത എന്തായിരുന്നു? ജയ എന്ന വാക്ക് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്. 10 തവണയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി ദേശീയ ഗാനത്തെ പറ്റിയിട്ടുള്ള പഠനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്തമെട്രോളജി. ഓക്കെ. ഇനി ദേശീയ ഗാനത്തില് എത്ര വരികളുണ്ട്? ജനഗണമന അതിനായക ജയ ഹേ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എത്ര വരികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര വരികളാണ്? 13 വരികളാണ് ഉള്ളത്. എത്ര വരികളാണ്? ജയ എന്ന വാക്ക് 10 തവണ. എത്ര വരികൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 13 വരികളാണ് ഉള്ളത്. ഇനി ജനഗണമന ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഭാരത വിധാത എന്നായിരുന്നു കേട്ടോ. ജനഗണമന ആദ്യമേ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത വിധാത എന്നായിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ജനഗണമന നമ്മുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇനി ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായി ആൻസർ ചെയ്യുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ദെൻ നമ്മൾ നോക്കാം ദേശീയ ഗീതം. ദേശീയ ഗീതം എന്ന് പറയുമ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ സന്യാസി കലാപത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആനന്ദമഠം നോവൽ അത് ചോദിച്ചിട്ടുണ്ട്. ആനന്ദമഠം നോവല് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി രചിച്ചതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കി രചിച്ച എന്താണ് നോവലാണ് ആനന്ദമഠം എന്ന് പറയുന്നത്. ആ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഇനി ഈ ആനന്ദമഠം എന്ന നോവല് പുറത്തിറങ്ങിയ വർഷം ചോദിച്ചാൽ 1882 ആണ് കേട്ടോ. 1882 ആനന്ദമഠം നോവല് പുറത്തിറങ്ങുന്നത്. ഇനി ആനന്ദമഠം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അത് ഹേമന്ത് ഗുപ്തയാണ്. ഓക്കെ. ആനന്ദമഠം നോവൽ ബേസ് ചെയ്തുകൊണ്ട് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് സംവിധാനം ചെയ്തത് ഹേമന്ത് ഗുപ്തയാണ്. 1952 ഓക്കെ. ഇനി ആനന്ദമഠം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര്. നമ്മള് മദർ ഐ ബോട്ട് ടു ദി എന്ന് പറഞ്ഞത് എന്തിന്റെ പരിഭാഷയായിരുന്നു? വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരാണ്. എന്നാൽ ഇവിടെ പറയുന്ന എന്താണ്? ആനന്ദമഠം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണെന്നാണ്. അതെന്താണ്? ദ ആബേ ഓഫ് ബ്ലിസ് എന്നാണ്. ദ ആബേ ഓഫ് ബ്ലിസ് എന്ന് പറയുന്നത് ആനന്ദമഠം നോവലിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. ഇനി ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് കേട്ടോ. നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ആനന്ദമഠം നോവലിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഇനി ഇതിനകത്ത് പരാമർശിക്കുന്ന ഒരു ഹൈന്ദവ ദൈവം ദുർഗയാണ്. ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത് എവിടെയാണെന്ന് അറിയാമോ? അതൊരു കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ബട്ട് അത് 1911 അല്ല, പകരം 1896 ആണ് കേട്ടോ. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്?
വന്ദേ മാതരം ആലപിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആനന്ദമഠം നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ദ ആബേ ഓഫ് ബ്ലിസ് എന്നാണ്. ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തത് ആരാണ്? നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. അതിനകത്ത് പറയുന്നത് ദുർഗ എന്ന് പറയുന്ന ദൈവത്തെ പറ്റിയിട്ടാണ്. ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത് 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഇനി ആലപിച്ച വ്യക്തി ആരെന്നറിയാമോ? അപ്പുറത്ത് പോണം. നമ്മൾ നേരത്തെ ദേശീയ ഗാനം പഠിച്ചപ്പോൾ രചിച്ച വ്യക്തി ഉണ്ടല്ലോ, രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹമാണ് ഇപ്പുറത്ത് വന്ന് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. അദ്ദേഹം രചിച്ചതൊന്നും ആദ്യമേ ആലപിച്ചില്ല. അത് നമ്മളെ സരളാദേവി ചൗധരാണി ആലപിച്ചോണ്ട് പോയി. ബട്ട് അതുകൊണ്ട് തന്നെ ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ നമ്മൾ പറഞ്ഞല്ലോ, മദർ ഐ ബോ ടു ദി എന്നാണ്. പക്ഷെ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല ട്രാൻസ്ലേഷൻ നടത്തിയത്. അത് ആരാണ്? അരവിന്ദ് ഘോഷാണ്. അരവിന്ദ് ഘോഷാണ് എന്ത് ചെയ്യുന്നത്? ആ മദർ ഐ ബോ ടു ദി എന്ന് പറയുന്ന ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇംഗ്ലീഷിലോട്ട് വന്ദേ മാതരത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. മറ്റേത് നരേഷ് ചന്ദ്രസെൻ ഗുപ്ത ആനന്ദമഠത്തിനെ ദ ആബേ ഓഫ് ബ്ലിസിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇത് നമ്മുടെ വന്ദേ മാതരത്തിനെ മദർ ഐ ബോ ടു ദി എന്ന് പറയുന്നതിനൊത്ത് കൺവേർട്ട് ചെയ്തത് അരവിന്ദ് ഘോഷാണ്. ഓക്കെ, ഇനി ഇത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ് ഇതെന്ത് ചെയ്യുന്നത്? ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വന്ദേ മാതരവും അതേപോലെ തന്നെ നമ്മുടെ ജനഗണമനയുമായി ബന്ധപ്പെട്ട PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ഒന്നും നിസ്സാരമായി കാണണ്ട. നിസ്സാര ചോദ്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ തെറ്റിക്കാനുള്ള പ്രവണത കൂടുന്നതും. നമ്മൾ ആവേശത്തിൽ ആ സിമ്പിൾ ചോദ്യമില്ലേ, നമ്മൾ പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ആൻസർ ചെയ്യും. എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്ന സേഫ് ആയിട്ട് കിട്ടേണ്ട മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് സിമ്പിൾ ചോദ്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. അവർ നമ്മളെ ഓപ്ഷൻസിൽ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലായിരിക്കും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. എന്റെ ബാക്കി ക്ലാസ് എവിടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു ക്ലാസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക. നല്ല രീതിയിൽ പഠിക്കുക. ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് പരീക്ഷകളൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുക്കുക കേട്ടോ. ഈ ഒരു പരീക്ഷ നമ്മുടെ അവസാന പരീക്ഷയാണെന്നുള്ള രീതിയിൽ തന്നെ തയ്യാറെടുത്തോളൂ. നല്ലൊരു മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.